ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മലയൻ ഉപദ്വീപിനും ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിനും മധ്യയുള്ള തന്ത്രപ്രധാനമായ സ്ഥലമാണ് മലാക്ക കടലിടുക്ക്. ചൈന വർഷങ്ങളായിട്ട് ഈ മലാക്ക കടലിടുക്ക് ഉൾപ്പെടെയുള്ള ദക്ഷിണ ചൈന മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് പതിയെ ഇന്ത്യ കടന്നു കയറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നേവി പട്രോളിങ്ങിന് ഒരുങ്ങുന്നു. ഒറ്റയ്ക്കല്ല, മലേഷ്യയും സിംഗപ്പൂരും ഇന്തോനേഷ്യയും ഒക്കെയുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ പട്രോളിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കപ്പൽ ഗതാഗതത്തിൻ്റെ 60% നടക്കുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. മാത്രമല്ല, പ്രകൃതിവാതകം, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ എന്നിവയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. ചൈനയ്ക്കും തന്ത്രപ്രധാനം തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ മേഖല വളരെ ദുർബലമാണെന്ന് പറയാം. അങ്ങനെയുള്ള ഈ മേഖലയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാൻ അതിടയാക്കും. അവിടേക്ക് ഇന്ത്യ കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ ചൈനയെ നമ്മളിപ്പോഴും പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ല എന്നൊരർത്ഥം കൂടിയുണ്ട്. കാരണം SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നു. അവിടെ വെച്ച് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, കൈകൊടുത്ത് പിരിയുന്നു. എന്നിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ ഈ പ്രധാനമന്ത്രി മോദിയെ കാത്തു നിൽക്കുന്നത് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായിട്ടുള്ള ലോറൻസ് വോങ് ആണ്. ലോറൻസ് വോങ്ങുമായിട്ട് കൈ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഈ മലാക്ക കടലിടുക്കിൽ പട്രോളിംഗ് നടത്താൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അപ്പം ചൈനയെ സംബന്ധിച്ച് വളരെ ദുർബലമായ ഒരു മേഖലയിൽ ഇന്ത്യക്ക് പട്രോളിംഗ് നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രതിരോധ സുരക്ഷാ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യക്കുള്ള ചില താല്പര്യങ്ങളാണ് അതിന് പിന്നിലെന്ന് വ്യക്തം. ഇതിനോട് സിംഗപ്പൂരും ഏതാണ്ട് യോജിച്ചു. നിലവിൽ ദക്ഷിണ ചൈന കടലിടുക്ക് മേഖലയിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ചൈനയ്ക്ക് ശത്രുതയില്ലാത്ത ഏക രാജ്യം സിംഗപ്പൂരാണ്. ഈ രാജ്യവുമായിട്ട് നമ്മൾ പ്രതിരോധ സൈനിക രംഗത്ത് സഹകരണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരുമായിട്ട് ചൈനയ്ക്കുണ്ടായിരുന്ന ഇക്വേഷനിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് SCO ഉച്ചകോടി കഴിഞ്ഞ് വന്നെങ്കിലും ഇന്ത്യ ചൈനയെ ഒരു കയ്യകലത്തിൽ തന്നെയാണ് നിർത്തുന്നത്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് കടക്കാനുള്ള തന്ത്രപ്രധാനമായ മേഖലയായ മലാക്ക കടലിടുക്കിൽ ഇന്ത്യക്കും സ്വാധീനം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഏറെക്കാലമായിട്ട് ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറാനുള്ള നീക്കം നടത്താറുണ്ട്. അവരുടെ യുദ്ധക്കപ്പലുകൾ വരുന്നുണ്ട്, നിരീക്ഷണ കപ്പലുകൾ വരുന്നുണ്ട്, അന്തർവാഹിനികൾ വരുന്നുണ്ട്. അതിനൊരു മറുപടി എന്ന നിലയിൽ ദക്ഷിണ ചൈന കടലിലേക്ക് നമ്മളും ഒരു ഇടപെടൽ നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനു മുമ്പ് 2021 ഇന്ത്യൻ നേവി ഇന്തോനേഷ്യയുമായിട്ട് ചേർന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അതുപോലെ തന്നെ ഈ മലാക്ക കടലിടുക്കിലൊക്കെ പട്രോളിംഗ് നടത്തിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് 600 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ മലാക്ക കടലിടുക്കിലെത്തും. അപ്പോൾ തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ ഇന്ത്യക്ക് സ്വാധീനം വേണം എന്നുള്ളത് ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇവിടെ എന്തെങ്കിലും തരത്തിലൊരു തടസ്സമുണ്ടായാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ അത് താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ സമുദ്രത്തിലെ സ്വാധീനം ചൈനയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ നേവി സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ നേവിയുമായിട്ട് ചേർന്ന് ഇത്തരത്തിൽ ഒരു സംയുക്ത പട്രോളിംഗ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളും അത് ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ചൈനയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് തർക്കങ്ങൾ, ഏറ്റുമുട്ടലുകളൊക്കെ തന്നെ നടക്കുന്ന ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് ഈ മലാക്ക കടലിടുക്കാണ്. അവിടെ ഫിലിപ്പൈൻസ് കടന്നു കയറിയെങ്കിലും അവർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇനി വിയറ്റ്നാം ആണെങ്കിൽ അവിടെ ഒരു കൃത്രിമ ഭൂമിയൊക്കെ നികത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെയും പ്രതിസന്ധിയുണ്ട്. അവിടേക്കാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ പട്രോളിങ്ങിൻ്റെ പേരിലേക്ക് കടന്നു കയറുന്നത്. അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ദക്ഷിണ ചൈന കടലിലേക്ക് പോകാനുള്ള സുപ്രധാന പാതയിൽ ഇന്ത്യൻ നേവി സ്വാധീനം ഉറപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ചൈനയ്ക്ക് വലിയ ഭീഷണി തന്നെയാണ്. കാരണം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്കോ അമേരിക്കൻ നേവിക്കോ ഇവിടെ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഏർപ്പെടുത്തിയാൽ അത് ചൈനയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പസഫിക് മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ കടലോര മേഖലയിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മലയൻ ഉപദ്വീപിനപ്പുറത്തേക്കുള്ള സ്വാധീനം ശക്തമാക്കുന്നു എന്നത് ചൈനയ്ക്കുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണെന്നൊക്കെ പറയാം. എന്തായാലും ഇത്തരത്തിലുള്ള സുരക്ഷ
ഇന്ത്യയുടെ ഊർജ സുരക്ഷാ പദ്ധതികളുമായിട്ട് യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ ഈ മേഖലയിൽ ഇടപെടലുകൾ നടത്താൻ മാത്രം ശക്തിയുള്ളതാണെന്ന് ചൈനയെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബീജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ദുർബലമായ സ്ഥാനം എന്ന് പറയുന്ന മലാക്ക കടലിടുക്കിലേക്ക് ഇന്ത്യ ഒരു പട്രോളിംഗ് പരിപാടിയുമായിട്ട് എത്തുന്നു എന്ന് പറയുന്നത് ഷീ ജിൻപിങ്ങിനും അത്ര ദഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്തായാലും ഡൽഹിയിൽ വെച്ച് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിരോധ സുരക്ഷാ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ബന്ധം ശക്തമാക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ്. എന്തായാലും ആൻഡമാൻ കടലിടുക്കിൽ നിന്ന് ഈ മേഖലയിലേക്ക് വീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് നൽകുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ പസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലിടുക്കിൽ ഇന്ത്യയുടെ സ്വാധീനം ഉണ്ടായി വരുന്നു എന്ന് പറയുന്നത് സമുദ്ര മേഖലയിലെ ചൈനീസ് ആധിപത്യത്തിനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. എല്ലാ സമുദ്ര മേഖലയിലും കൃത്യമായിട്ട് ചൈന കടന്നു കയറാറുണ്ട്. ഇത് മറ്റു പല രാജ്യങ്ങൾക്കും ഭീഷണി ആയതുകൊണ്ട് തന്നെ ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ഇന്ത്യയും ചേർന്ന് ക്വാഡ് എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ചു. ഈ 4 രാജ്യങ്ങൾ ചേർന്ന് സംയുക്ത പട്രോളിങ്, അതുപോലെ തന്നെ ആശയവിനിമയങ്ങൾ, സുരക്ഷാ പദ്ധതികളൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് പങ്കുവച്ചൊക്കെ മുന്നോട്ട് പോവുകയാണ്. പ്രധാന ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. പക്ഷേ കാലം മാറിയപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്ക ചൈനയുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുന്നു. കാരണം എക്കാലവും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ SCO ഉച്ചകോടി, ബ്രിക്സ് ഉച്ചകോടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ത്യയും ചൈനയും നല്ല സുഹൃത്തുക്കളാകുന്നു. അമേരിക്കയുടെ ശത്രുപക്ഷത്ത് ചൈനയ്ക്കൊപ്പം ഇന്ത്യയും നിലകൊള്ളുന്നു. എങ്ങനെയെങ്കിലും ഇന്ത്യയെ സോപ്പിട്ട് കൂടെ നിർത്തണം, അല്ലെങ്കിൽ ഇന്ത്യയെ കൂടെ നിർത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ഇതൊക്കെയാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉയരുന്ന ഭീഷണി. അതുകൊണ്ടാണ് വ്യാപാര തന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു, ഇന്ത്യയെ നയപരമായി സോപ്പിട്ട് കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇന്ത്യ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നേവിയുടെ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒപ്പം സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളെയും കൂട്ടുന്നു. അപ്പോൾ ഇന്ത്യ ശക്തി പ്രാപിക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങളെ, ചെറിയ ചെറിയ രാജ്യങ്ങളെ ഒപ്പം നിർത്താനുള്ള തന്ത്രം ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ്. അവർക്കിപ്പോൾ നേരിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ 140 കോടി ജനങ്ങളുള്ള ചൈനീസ് മാർക്കറ്റ് വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ആപൽക്കരമാണ്. കാരണം അമേരിക്ക ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ താരിഫ് വർധനയൊക്കെ പ്രഖ്യാപിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക, സാമ്പത്തിക, വ്യാവസായിക സഹകരണം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം വളരെ കൂടുതലാണെന്ന് ഷിയും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇരുവരും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ചർച്ചകൾ നടത്തിയാണ്. അങ്ങനെ അമേരിക്കയ്ക്കെതിരെ റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ ചേർന്നിട്ട് ഒരു വലിയ സഖ്യം രൂപീകരിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ വരുമ്പോൾ പല വിട്ടുവീഴ്ചകൾക്കും ഏതെങ്കിലുമൊക്കെ രാജ്യം തയ്യാറാകണം. ഇവിടെ ഇന്ത്യ മലാക്ക കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ചൈന വിട്ടുവീഴ്ച നടത്തിയേ പറ്റുള്ളൂ, അല്ലെ ചൈന പിന്നോക്കം പോയേ പറ്റുള്ളൂ. എന്തായാലും ഫിലിപ്പൈൻസിൻ്റെ ഭാഗത്തുനിന്ന്, വിയറ്റ്നാമിൻ്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ മലാക്ക കടലിടുക്ക് മേഖലയിൽ വലിയ ഭീഷണി ഉയരുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ച് അവരുടെ ട്രേഡിൻ്റെ ഏതാണ്ട് 1/2 ഭാഗവും നടക്കുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം $3.5 ട്രില്യൺ വ്യാപാരമാണ് മലാക്ക കടലിടുക്ക് വഴി നടക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ ഉണ്ടാകാവുന്ന ചെറിയ തടസ്സം പോലും ആ രാജ്യത്തെ തകർത്ത് കളയും. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാധീനത്തെ വളരെ ശ്രദ്ധാപൂർവമാണ് ഷീ ജിൻപിങ് നോക്കിക്കാണുന്നത്. മലാക്ക കടലിടുക്കിൽ ഈ പറയുന്ന പട്രോളിംഗ് പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സിംഗപ്പൂരുമായിട്ടും മലേഷ്യയുമായിട്ടും ഇന്തോനേഷ്യയുമായിട്ടും എല്ലാം തന്നെ യോജിപ്പിലെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചാൽ മതി. ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ലോക രാജ്യങ്ങളും ഗൗരവത്തോടു കൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.